ജോസഫ് ആന്റണി, കഴിഞ്ഞ ദിവസം നെതന്യാഹുവും അതോടൊപ്പം തന്നെ JD വാൻസും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തമ്മിൽ ഒരു പരിപാടി നടക്കുന്നു. അതിൽ JD വാൻസ് പറയുന്നു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ, അമേരിക്ക മാത്രമാണ് പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു. പക്ഷെ അവിടെ തിരുത്തുന്നുണ്ട് നെതന്യാഹു, അല്ല, ഒരു ചെറിയ രാജ്യം ഇന്ത്യ കൂടി ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നെതന്യാഹു പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഒരു ചെറിയ രാജ്യമല്ല. ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും നെതന്യാഹുവിന് അങ്ങനെ പറയാൻ കഴിയുന്നത്? വളരെ വിചിത്രവും രസകരവുമായി എന്നാൽ ഭീതിജനകവുമായിട്ടാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഇവിടെ എൻ്റെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം ഈ നിയമവിരുദ്ധമായ യുദ്ധം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച നിയമവിരുദ്ധമായ യുദ്ധം അമേരിക്കയെയും ഇസ്രായേലിനെയും ലോകത്ത് ഒറ്റപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ലോകത്ത് അമേരിക്കയിൽ അവർ ഒറ്റപ്പെടുന്നു, ഇസ്രായേലിൽ അവർ ഒറ്റപ്പെടുന്നു, ലോകത്തൊട്ടാകെ അവർ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ ലോകത്തൊട്ടാകെ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറുമ്പോൾ ഞങ്ങളുടെ കൂടെ ചിലരൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതായത് ഇന്ത്യ പോലെയുള്ള രാജ്യം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അംഗീകാരം അന്തർദേശീയ തലത്തിൽ ലഭിക്കും എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, ഈ രണ്ട് രാജ്യങ്ങളും, അതായത് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ യുദ്ധം ആരംഭിച്ചതോടുകൂടി സംഭവിച്ചിരിക്കുന്നത് ഈ എസ്കലേഷൻ ട്രാപ്പ് എന്ന് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഞങ്ങൾ പറയും. എസ്കലേഷൻ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് അമേരിക്കയും ഇറാനും എന്ന് നമുക്ക് പറയാം. ഈ റോബർട്ട് ജെർവിസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകനുണ്ട്, എഴുത്തുകാരനാണ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷൻ ആൻഡ് മിസ്പെർസെപ്ഷൻ ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഈ കാഴ്ചപ്പാടുകൾ തെറ്റാണെങ്കിൽ നമുക്ക് ആ തെറ്റായ കാഴ്ചപ്പാടുകൾ പിന്നെ കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നയിക്കും. ഈ പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ തെറ്റായ ഒരു കോഗ്നിറ്റീവ് ബയാസിലേക്ക് നമ്മൾ പോകും. ആ കോഗ്നിറ്റീവ് ബയാസിലേക്ക് പോകുമ്പോൾ നമ്മൾ യുദ്ധത്തിലേക്ക് ചാടി ഇറങ്ങും. അങ്ങനെ യുദ്ധത്തിലേക്ക് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പിൻവലിയാൻ കഴിയത്തില്ല. ഓരോ ഘട്ടം കഴിയും തോറും നമ്മൾ ഈ എസ്കലേഷൻ ട്രാപ്പിലേക്ക് വീണു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ സംഭവിച്ചെന്താ, ഈ യുദ്ധം തുടങ്ങിയത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ നമ്മൾ ചിലപ്പോൾ പറയും, അവർ അമേരിക്ക പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവിടുത്തെ റെഷീം ചേഞ്ചാണ്, ഭരണകൂട മാറ്റം. എല്ലാവരും പറയുന്നത് ഭരണകൂട നാട്ടിൽ നടത്താൻ അമേരിക്ക വിജയിച്ചില്ല എന്നാണ്. പക്ഷേ അമേരിക്ക ഭരണകൂട മാറ്റം നടത്തുന്നതിൽ വിജയിച്ചു. പക്ഷേ അവരാഗ്രഹിച്ച കണക്കുള്ള വിജയമല്ല ഉണ്ടായതെന്നുള്ളതാണ് പ്രശ്നം. എന്താണ് ആ മാറ്റം? നമുക്കെല്ലാവർക്കും അറിയാം, ഈ അന്തരിച്ച പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമനൈ വാസ്തവത്തിൽ അവിടെ ഒരു ഭരണകൂടത്തിൻ്റെ അവിടെ ഭരണകൂടത്തിൽ ഒരു കോൺസെൻസസ് ഉണ്ടാക്കുന്നതിന് വളരെ ശക്തമായ നേതൃത്വം നൽകിയ ഭരണാധികാരിയാണ്. അതായത് IRGC എന്ന് പറയുന്ന ഒരു വിഭാഗവും, സേന, ഒരു തീവ്രവാദ നിലപാടുള്ള ഒരു വിഭാഗവും, പെസഷ്ക്യാൻ പോലെയുള്ള മിതവാദികളായിട്ടുള്ള ഒരു വിഭാഗവും അവിടുത്തെ ഇറാനിയൻ ഭരണകൂടത്തിലുണ്ട്, ഇറാനിയൻ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വിദേശകാര്യ രംഗത്തെയും പിന്നെ അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തെയും തീരുമാനങ്ങൾ എടുക്കുന്ന പൂർണ്ണമായും IRGC ആണ്. പക്ഷേ ആ രാജ്യത്തിൻ്റെ വിദേശകാര്യങ്ങളിലും മറ്റുമുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരും ഇരുന്ന് ആലോചിക്കുമ്പോൾ ആ രണ്ട് കൂട്ടരുടെയും ആലോചനകളിൽ ഉയർന്നു വരുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഒരു സമാധാനപൂർണ്ണമായ സമവായത്തിൽ എത്തിച്ചേരുന്ന ആളായിരുന്നു അലി ഖമനൈ. അദ്ദേഹത്തെ വധിച്ചു. ആ യുദ്ധം തുടങ്ങി, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, അത് തന്നെ ഒരു നിയമലംഘനമാണ്. കാരണം ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു, ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്, ഏതെല്ലാം രാജ്യങ്ങളുമായി യുദ്ധം നടക്കുന്നു. ആ യുദ്ധങ്ങളിലെല്ലാം ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? നേരിട്ട് ആക്രമിച്ച് കൊന്നിട്ടില്ല. അപ്പോൾ ഈ വാർ ബൈ ഡീകാപ്പിറ്റേഷൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ ആൾക്കാരുടെ ഭരണാധികാരികളെ കൊന്നുകൊണ്ട് ഭരണമാറ്റമാണ് ആഗ്രഹിച്ചത്. പക്ഷേ അവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? അലി ഖമനൈ മാറിയതോട് കൂടിയിട്ട് ഇറാൻ്റെ ഭരണം പൂർണ്ണമായും തീവ്രവാദ വിഭാഗത്തിൻ്റെ കയ്യിലെത്തി. അതായത് ഇങ്ങനെ ഒരു MOU 14 MOU പോലും ഒപ്പിടരുത്, അമേരിക്കയുമായിട്ട് നമുക്ക് നിരന്തരം യുദ്ധം ചെയ്താൽ മതി എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. ആ വിഭാഗം എന്ന് പറയുന്നത് തീവ്രവാദ വിഭാഗമാണ്. ആ തീവ്രവാദ വിഭാഗമാണ് ഇന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, ഒരു വളരെ സമാധാനപരമായി പരിഹരിച്ച ഒരു പ്രശ്നം,
അതായത് നമ്മൾ പറയുമല്ലോ ഈ മുറിവ് കുത്തി വീണ്ടും വലിയ മുറിവാക്കിയിട്ട് അതിൽ മരുന്ന് വെക്കുന്ന പോലെ ഒബാമ 2015 വളരെ തന്ത്രപരമായി വളരെ അവധാനതയോടുകൂടി 2-2.5 വർഷം നിരന്തരമായ ചർച്ചകൾ നടത്തി ഇറാന്റെ മുമ്പിൽ നിങ്ങൾ ആണവ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ ആക്രമിക്കും, ഉപരോധം ഏർപ്പെടുത്തും എന്നൊക്കെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് 2015 ഒരു കരാർ ഒപ്പിട്ടത്. ആ കരാറിൽ വളരെ കൃത്യമായി ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ആണവ പദ്ധതിയില്ല, ആണവായുധ പദ്ധതിയില്ല, ഞങ്ങൾക്ക് സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവായുധ പദ്ധതികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങൾ പരിശോധനയ്ക്ക് വിടും. അങ്ങനെ 2015 ഒപ്പിട്ടതിന് ശേഷം 2018 വരെ നിരന്തരമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ ഈ ആണവ കേന്ദ്രങ്ങളിൽ പോവുകയും അവരെല്ലാ വർഷവും പുറപ്പെടുവിച്ച റിപ്പോർട്ടുകളോട് പറഞ്ഞു ഇറാൻ ഈ കരാറിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം 2015 ഒബാമ ഈ കരാറിൽ ഒപ്പിടുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രി അമേരിക്കൻ കോൺഗ്രസിനെ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് തലയ്ക്ക് മുകളിലൂടെ അമേരിക്കൻ കോൺഗ്രസിൽ വന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെയും ഇറാൻ കരാറിനെയും അട്ടിമറിക്കാൻ ശ്രമിച്ചു. പക്ഷേ അട്ടിമറിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപ് വരുമ്പോൾ അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് ആ കരാറിൽ നിന്ന് പിന്മാറി. അതോടുകൂടിയിട്ടാണ് കരാറിൽ നിന്ന് പിന്മാറുക മാത്രമല്ല ആ കരാർ പിന്മാറിയതോടുകൂടി ഇറാന്റെ മുകളിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴാണ് ആ 2015 ഒപ്പിട്ട ഇറാൻ ആണവ കരാറിന്റെ ബാധ്യതകളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോവുകയും കൂടുതൽ ഈ യുറേനിയം എൻറിച്ച്മെന്റ് കൂടുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തത്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലെത്തിയത്. അങ്ങനെ സാഹചര്യത്തിലെത്തിയപ്പോൾ പോലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ 2005 ജൂൺ മാസം ഇദ്ദേഹം വന്ന് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി നമുക്ക് ഒരു രക്ഷയുമില്ല, ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കാൻ 3 മാസം കഴിഞ്ഞാൽ ആണവായുധം ഉണ്ടാക്കും, അതുകൊണ്ട് നമുക്ക് ഈ ആണവായുധ പദ്ധതി മുഴുവൻ പൂർണ്ണമായും തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2025 ജൂൺ മാസം ഈ 3 നദാൻസ്, ഫൊർദോ, ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നമ്മൾ പറയണ്ട, ഇദ്ദേഹം പറയുന്ന ഇവിടെ നമ്മളെ സഹ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം പറയുന്ന ഒരു വാക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞു വി ഹാവ് കംപ്ലീറ്റ്ലി obliterated the nuclear capability of Iran. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തുടച്ചു നീക്കി. അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു, അവരുടെ ഡാൻ കെയ്ൻ എന്ന് പറയുന്ന സുപ്രീം അവരുടെ സേനകളുടെ നേതാവ് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെന്തിനാ ഇപ്പോൾ 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി എന്തിനാ ആക്രമിച്ചത്? ആക്രമിച്ചതിന്റെ കാരണം ഇതാണ്. ഞാനതാണ് ഈ കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ട്രംപ് വന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2026 ഫെബ്രുവരി മാസം അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ബെഞ്ചമിൻ നെതന്യാഹുവും മൊസാദിന്റെ ചീഫായിരുന്ന ഡേവിഡ് ബർണിയ എന്ന് പറയുന്ന വ്യക്തിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു. അവർ പറയുന്നു, ഇപ്പോൾ അതായത് ജനുവരി മാസം ഇറാനിൽ നടന്ന ഭരണകൂട വിരുദ്ധ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവർ വന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ ആക്രമിച്ചാൽ ഇറാൻ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സാമൂഹ്യമായും വളരെ ദുർബലമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആക്രമിച്ചാൽ 3 ദിവസം കൊണ്ട് നമുക്ക് ഇറാനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അഹമ്മദി നെജാദിനെ പോലെയുള്ള നേതാക്കന്മാരെ ഇവർ ഒരുക്കി നിർത്തിയിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് പോട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവിടെ വെക്കാം, എന്നിട്ട് നമുക്ക് ഇവിടെ ശാന്തസുന്ദരമായ ഒരു പശ്ചിമേഷ്യ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ ആ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിന് ഇറങ്ങിയത് കൊണ്ടാണ് ഈ എസ്കലേഷൻ ട്രാപ്പ്. അതായത് ഇനി അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയത്തില്ല. അദ്ദേഹം ഒപ്പിട്ട കരാറുണ്ട്, ജൂൺ മാസം 17-ാം തീയതി ഒപ്പിട്ട MOU-നെ കുറിച്ച് അമേരിക്കക്കാർ പറയുന്നതാണ് ഇറ്റ്സ് എ സറണ്ടർ ഡോക്യുമെന്റ്. അമേരിക്ക ഇറാന്റെ മുമ്പിൽ വിയറ്റ്നാമിൽ കീഴടങ്ങിയതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ കീഴടങ്ങിയതുപോലെ ഇറാന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. അതൊരു സറണ്ടർ ഡോക്യുമെന്റ് ആയി മാറിയിരിക്കുന്നു എന്ന ഒരു ചീത്തപ്പേര് ഉണ്ടാക്കിയപ്പോഴാണ് വീണ്ടും അതിൽ നിന്നും ആ ഒരു ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടിയാണ് വീണ്ടും ഈ ആക്രമണം ഇവിടെ എല്ലാവർക്കും അറിയാം.